ജനുവരി 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ വിവിധങ്ങളായ കലാ-സാംസ്കാരിക പരിപാടികളോടെയാണ് മഖാം ഉറൂസ് ആഘോഷിക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായ പുളിങ്ങോം മഖാം ഉറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ വിവിധങ്ങളായ കലാ-സാംസ്കാരിക പരിപാടികളോടെയാണ് മഖാം ഉറൂസ് ആഘോഷിക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂരിൽ നിന്ന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പുളിങ്ങോം മഖാമിൽ എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നതാണ് പുളിങ്ങോം മഖാം ഉറൂസ്. പുളിങ്ങോം മഖാം ഉറൂസ് കുറിച്ചത് മുതൽ കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഉറൂസിന്റെ തീയതികൾ മനസ്സിലാക്കി ആ ഉറൂസിലേക്ക് വരാനുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയാണ്. ഈ വർഷം 2025 ജനുവരി 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് ഉറൂസിന്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. എല്ലാ വർഷങ്ങളെയും അപേക്ഷിച്ച് വളരെ വിപുലമായ പ്രോഗ്രാമുകളാണ് ഉറൂസിന്റെ 5 ദിവസങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത്. ജനുവരി 5-ന് ജമാഅത്ത് പ്രസിഡന്റ് കെ ഷുക്കൂർ സാഹിബ്, ജനുവരി 9-ന് രാവിലെ 10 മണിക്ക് ജമാഅത്ത് പ്രസിഡന്റ് കെ ഷുക്കൂർ സാഹിബ് പതാക ഉയർത്തുന്നതോടെ ഉറൂസിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ കോട്ടയം വീട് തുടങ്ങിയ ഹിന്ദുക്കളുടെ തറവാട്ടിൽ നിന്നും അതുപോലെ പണ്ട് കാലത്ത് ഈ നാട്ടിന് നേതൃത്വം കൊടുത്തിയ മഹല്ല് കാരണവര് ഇവരൊക്കെ ഉറൂസിന്റെ പതാക ഉയർത്തൽ ചടങ്ങിൽ സംബന്ധിക്കും. അന്നത്തെ ദിവസം പണ്ട് കാലത്ത് ഔലിയാക്കള് നിസ്കരിച്ചു എന്ന് വിശ്വസിക്കുന്ന കടയക്കര പള്ളിയിലേക്ക് ദഫ് സ്കോട്ടിന്റെ ഒക്കെ അകമ്പടിയോടെ ഘോഷയാത്രയായി തീർത്ഥാടകര് അവിടത്തേക്ക് പോവുകയും അവിടെയുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് രാത്രി തിരിച്ചു വന്നിട്ടാണ് ഉറൂസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. കേരളത്തിലെ പ്രമുഖ സയ്യിദ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉറൂസിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. ജനുവരി 9 രാവിലെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഷുക്കൂർ ഹാജി പതാക ഉയർത്തുന്നതോടെ 5 ദിവസങ്ങളിലായുള്ള ആഘോഷത്തിന് തുടക്കം കുറിക്കും. താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി NM ബഷീർ അൻഷദി, വൈസ് പ്രസിഡന്റ് MK ഇബ്രാഹിം, ഉറൂസ് പ്രചാരണ കമ്മിറ്റി കൺവീനർ സാദിഖ് പുളിങ്ങോം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സൗഹൃദ സംഗമം നടക്കുക. ആ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് യുവ പ്രഭാഷകൻ റാഷിദ് ഗസാലി കൊളവയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു. ആ ചടങ്ങിൽ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ പ്രതിനിധികളായി ആ ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ സ്ഥലം MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥലം വാർഡ് മെമ്പർ തുടങ്ങി വിവിധ ആൾക്കാരാണ്, പ്രതിനിധികളാണ് സൗഹൃദ സംഗമത്തിൽ സംബന്ധിക്കുക. കൂട്ടുപ്രാർത്ഥനയ്ക്ക് ചെറുമൂത്ത് ഉസ്താദ് കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. അങ്ങനെ 5 ദിവസത്തേക്കും വിപുലമായ പരിപാടികൾ. സമാപന ദിവസമായ തിങ്കളാഴ്ച അസറിന് ശേഷം വൈകുന്നേരം 4 മണിക്ക് മൗലിദ് പാരായണത്തോടു കൂടി 2025 ഉറൂസ് ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി കുറിക്കും. കേവലം 5 ദിവസത്തെ ആഘോഷ പരിപാടികളാണെങ്കിലും ഇതിന് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. ജമാഅത്ത് പ്രസിഡന്റായ കെ ഷുക്കൂർ സാഹിബ് സ്വാഗത സംഘം ചെയർമാനായി, ജനറൽ സെക്രട്ടറി ബഷീർ അൻഷദി ജനറൽ കൺവീനറായി, M അഷ്റഫ് മാടാഫുറം ട്രഷറർ ആയും ഇതിന് 101 സ്വാഗത സംഘവും അന്നദാനം, പ്രചരണം, പ്രോഗ്രാം, ലൈറ്റ് ആൻഡ് സൗണ്ട് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഏകദേശം പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന 10,000-കണക്കിന് തീർത്ഥാടകർ സ്വീകരിക്കാനുള്ള മുഴുവൻ സജ്ജീകരണം ഒരുക്കിയതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ.
കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.